പലപ്പോഴും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹപൂർവ്വ കൗൺസിലിംഗിൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. ക്ലാസ് എടുക്കുന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും ആവുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതൊരു ഡ്രൈവിംഗ് സ്കില്ല് പോലെ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഡ്രൈവിംഗ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം ആ ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ, സ്റ്റിയറിംഗ് എവിടെ, സ്റ്റിയറിംഗ് ബാലൻസ് വേണം, അത് കുഴിയിലോട്ട് പോകും, കുഴിയിലോട്ട് വല്ല ഒരു ഫാസ്റ്റ് വന്നു. പല സ്ത്രീകളോടും ഞാൻ ചോദിക്കും, എന്താണ് ഡ്രൈവിംഗ് ഇപ്പോൾ ചെയ്യുന്നില്ലേ? സാറേ, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് എൻ്റെ മുമ്പ് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. രാത്രി ഞെട്ടി ഉണരുമ്പോൾ സൂപ്പർ ഫാസ്റ്റാണ് കാണുന്നത്, എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞെട്ടിത്തിടഞ്ഞ് വീഴുന്ന ഒത്തിരി സന്ദർഭങ്ങൾ വരും ഒരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ. അവസാനമാണ് ക്ലച്ച് എവിടെയെന്നും ബ്രേക്ക് എവിടെയെന്നും ആക്സിലേറ്റർ എവിടെയെന്നും ഇതൊക്കെ ഒരുമിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നും സ്റ്റിയറിംഗ് ബാലൻസ് വരുന്നത് എങ്ങനെയാണെന്നും ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചു വരുമ്പോൾ നമുക്ക് ഒരു മാസത്തേക്ക് ഒരു പരിശ്രമമാണ്. ഇത് കുഴിക്കകത്ത് പോകുമോ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 7 വർഷം എടുക്കും ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. 2 ആശയ സംഘടനകളുള്ള 2 വ്യക്തികൾ, ഒന്നിൽ ഒരു കുഴപ്പം ഉണ്ടാവാതെ ഒന്നെങ്കിൽ ഒരാൾ മന്ദബുദ്ധി ആവുന്നുണ്ടായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവാതെ പോകും. നമുക്ക് ബേസിക് ആയിട്ടുള്ള ബയോളജിക്കൽ കാര്യങ്ങൾ, ആൺപെണ്ണ് വ്യത്യാസങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതൊന്നും കാണാൻ വയ്യാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഡ്രൈവിംഗ് സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞത്. ഡ്രൈവിംഗ് സ്കില്ല് അത് ഇറങ്ങി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അതിനകത്ത്. അല്ല അതിൻ്റെ തിയറി, അത് ക്ലച്ച് വിട്ടിരിക്കുന്നു, ബ്രേക്ക് വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇത് വിട്ടിരിക്കുന്നു, ഇതിൻ്റെ കോർഡിനേഷൻ ഇങ്ങനെയാണെന്നൊക്കെ ഒരു ക്ലാസ്സോ ലെക്ചർ മേഖല എടുത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവുന്നതല്ല ഡ്രൈവിംഗ് പഠനം എന്ന്. ഡ്രൈവിംഗ് പഠനം എന്ന് വെച്ചാൽ ഇറങ്ങി അങ്ങ് വീഴുക. നീന്തൽ പഠിക്കുന്ന പോലെ തന്നെ ഡ്രൈവിംഗ് പഠനം എന്ന് പറഞ്ഞാൽ ഇറങ്ങി അങ്ങ് പോകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിൻ്റെ എല്ലാ പഠനങ്ങളാവും. ഇപ്പോൾ രാവിലെ ഞാൻ പോകുന്നു, ഡ്രൈവ് ചെയ്യുന്നു, വർഷങ്ങൾ 10-25 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നു. രാവിലെ പോകുമ്പോൾ പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ട് കേട്ടോണ്ടിരിക്കുന്നു. നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടക്കുന്ന പ്രക്രിയയാണ്. ഇതുപോലെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാണാത്ത ഒത്തിരി പ്രശ്നങ്ങൾ, പലപ്പോഴും പ്രൊഫഷണലായിട്ട് വിവരങ്ങളൊന്നും ഇല്ലാത്തവരല്ല തമ്മിൽ അടിക്കുന്നത്. പലപ്പോഴും ഞാൻ പല കോടതികൾ, തിരുവനന്തപുരത്തെ പല നമ്മുടെ മാരേജിൻ്റെ തർക്കങ്ങളുള്ള വിവാഹമോചന കേസുകൾ ഡീൽ ചെയ്യുമ്പോഴും അതിനകത്ത് വിവരമില്ലാത്തവർ തമ്മിലൊന്നും അടിക്കുന്നത് മിക്കവാറും ഡോക്ടേഴ്സ് തമ്മിൽ, ഈവൻ അഭിഭാഷകരുടെ ഇടയിൽ തന്നെ സംഘർഷങ്ങളുണ്ടാകുന്നു. നല്ല പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ പരമായിട്ട് ആണിൻ്റെയും പെണ്ണിൻ്റെ വ്യത്യാസമായിട്ട് ഇവരൊക്കെ തമ്മിൽ അടിക്കുന്നുണ്ട്. കാരണം വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രൈവിംഗ് സ്കില്ല് പോലെ കുറേശ്ശെ പഠിഞ്ഞ് ഏറ്റവും തടഞ്ഞു വീഴുമ്പോൾ അത് വീണ്ടും എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു കഴിവ്, ഒരാൾക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവും സ്കില്ലും ഒക്കെ ഇതിനകത്ത് ആർജിക്കേണ്ട വ്യത്യാസമാണ്. കുറച്ച് കഴിയുമ്പോൾ സ്മൂത്തായിട്ടങ്ങ് പോകും. ഞങ്ങൾ സാധാരണ പറയാറുണ്ട്, ഒരു 7 വർഷം ഒരു വിവാഹ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് പിന്നെയും തടയലും തപ്പലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡ്രൈവിങ്ങിനകത്ത് പറ്റുന്നത് പോലെ തന്നെയാണ്. പിന്നെ അത് സ്മൂത്തായിട്ട് അങ്ങ് പോകും. രണ്ടുപേരുടെ ആശയ സംഘടനകളൊക്കെ ഉണ്ടായി, രണ്ടുപേരും കൂടെ ഒരു അമിക്കബിളി ഒരു സൊല്യൂഷനൊക്കെ ഉണ്ടായി അത് മുന്നോട്ട് പോകുന്ന കുറച്ച് ക്ഷമാപൂർവ്വം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ടാണ് 6 മാസത്തിനകത്ത് തന്നെയോ അല്ലെങ്കിൽ 1 മാസത്തിനകത്തോ ഒക്കെ പലരും അവിടെ എക്സ്പെക്ടേഷൻ തകർന്നു പോകുമ്പോഴത്തേക്ക് അവർ വരുന്നത്. പക്ഷേ ഇതൊരു ഡ്രൈവിംഗ് സ്കില്ല് പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് സൂപ്പർ ഫാസ്റ്റ് മുമ്പിൽ നിന്ന് പേടിപ്പിച്ചാലും അത് തുടർന്ന് പഠിക്കും എന്നുള്ള വിൽ പവർ വരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും കൂടുതലും അങ്ങനെയാണ്. ചില